എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം വിശ്വാസികളുടെ പ്രതിഷേധം. അൽമായ മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിൽ സെന്റ് മേരീസ് ബസലിക്കയ്ക്ക് മുന്നിലാണ് റാലിയും പൊതുസമ്മേളനവും നടക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ആജ്ഞ, പ്രതിഷേധം എങ്ങനെ പുരോഗമിക്കുന്നു? ആദ്യ കുർബാന തർക്കത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് അൽമായ മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം പുരോഗമിക്കുകയാണ്. ഇന്ന് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അതില് വൈദികർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ശേഷം ബിഷപ്പ് ഹൗസിൽ ഇവരെ പ്രതിഷേധത്തിന് തുടരാൻ അനുവദിക്കണം, അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചായിരുന്നു സംഘർഷം കൂടുതൽ രൂക്ഷമായത്. അതേസമയം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ മധ്യസ്ഥ ചർച്ച ചേരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് ഇതുവരെയും അതല്ലെങ്കിൽ ചർച്ച ഏത് തരത്തിലേക്ക് അതല്ലെങ്കിൽ ചർച്ച എപ്പോൾ തുടങ്ങുമെന്നുള്ള കാര്യം ഇനിയും ലഭ്യമായിട്ടില്ല. നേരത്തെ 11 മണിക്കെന്ന് പറഞ്ഞിരുന്നു, അതിനുശേഷം വൈകുന്നേരം 7 മണിക്കെന്ന് പറഞ്ഞു. അതും ഇന്ന് നടക്കുന്ന സാഹചര്യം കാണുന്നില്ല. അത് മാത്രമല്ല, ഈ കൊച്ചിയിലെ മേജർ ആർച്ച് ബിഷപ്പ് ഹൗസിലാണ് ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നത്. ഈ അറസ്റ്റ് ചെയ്ത് നീക്കും വരെ ഈ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് വൈദികരുടെ ആ തരത്തിൽ അങ്ങനെ ഉറച്ച് നിലകൊള്ളുകയാണ് വൈദികർ. മാത്രമല്ല, പോലീസ് സുരക്ഷയിലാണ് ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ്. നേരത്തെ റാഫേൽ തട്ടിലും അതുപോലെ തന്നെ ജോസഫ് പാബ്ലാനിയും ബിഷപ്പ് മാത്രമല്ല, ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് വലിയ പോലീസ് സന്നാഹങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ സമ്മേളനം, അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള സമ്മേളനം തുടങ്ങുന്ന വേദിക്കരികെ വരെ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി നേരത്തെ തന്നെ മാധ്യമപ്രവർത്തകർക്കെതിരെ കഴിഞ്ഞ ദിവസം ഇവരുടെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് അത് സ്ത്രീകളടക്കമുള്ള ആളുകൾ മാധ്യമപ്രവർത്തകരുടെ മൈക്ക് വാങ്ങി വലിച്ചെറിയുകയും ചെയ്യുന്ന തരത്തിലേക്ക് സംഘർഷം നീങ്ങിയത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ാനുള്ള കരുതലുകൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പോലീസിനെതിരെ തന്നെയാണ് വലിയ പ്രൊട്ടസ്റ്റാണ് പോലീസിനെതിരെ തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളതെന്നാണ് ഇവരുടെ മുദ്രാവാക്യം വിളിയിൽ നിന്നും ഇവരുടെ പ്രതിഷേധത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകീകൃത കുർബാന എന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തന്നെയാണ് ജോസഫ് പാബ്ലാനി ഇത് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷെ ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലുന്ന വൈദികർക്കെതിരെ നടപടി ഉണ്ടാകുന്ന വ്യവസ്ഥ തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ബിഷപ്പ് ഹൗസിൽ ഉണ്ടായ സംഘർഷത്തിന് തുടർച്ചയായിട്ട് വൈദികർക്കും സംഘാടകർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതിൽ പ്രതിഷേധം ശക്തമാണ്. മാത്രമല്ല, പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അതുപോലെ പോലീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കൽ വഴിതടയൽ തുടങ്ങിയവയാണ് പ്രധാനമായിട്ടും എടുത്തിട്ടുള്ള കേസുകൾ. എന്നിരുന്നാൽ പോലും ബിഷപ്പ് ഹൗസിൽ സമരം തുടരാൻ അനുവദിക്കണമെന്ന് തന്നെയാണ് സമരക്കാരുടെ ആവശ്യം. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.